ഏറ്റവും പ്രിയങ്കരനായ ആർച്ച് പ്രീസ്റ്റ് അഗസ്റ്റിനച്ച, ബഹുമാനപ്പെട്ട സേവർക്കാൻ വിട്ടായിലച്ച, സ്നേഹബഹുമാനപ്പെട്ട ബിനോയച്ച, പ്രിയപ്പെട്ട മറ്റ് മെച്ചന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം ഇവിടെ തിരുവചന ശ്രവണത്തിലായിരുന്നു. കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവവചനം നമ്മളെപ്രകാരം ഹൃദയത്തിൽ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഔദ്യോഗികമായിട്ടുള്ളതിൻ്റെ സമാപന ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. മർത്തമറിയത്തിൻ്റെ പിറവി തിരുനാളിനോട് അനുബന്ധിച്ചുള്ള കെട്ടുനോമ്പിലാണ് നമ്മൾ. കുറവലങ്ങാടിൻ്റെ പുണ്യപ്പെട്ട ഈ ചരിത്ര ഭൂമിയിൽ ഈ ബൈബിൾ കൺവെൻഷൻ കൂടെ ഇതുപോലെ സമഗ്രമായ രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ പൈതൃകങ്ങളുടെയും ഒരു ഉയർപ്പ് കൂടെ അതിൽ സംഭവിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ സമയത്ത് നടപടി പുസ്തകത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്തകളും നടപടി പുസ്തകത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനവുമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നടപടി പുസ്തകം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 28 അധ്യായങ്ങളുള്ള വിസ്മയകരമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. അത്ഭുതങ്ങളുടെ പുസ്തകമാണത്. യാത്രാവിവരണമാണ്, ട്രാവലോഗ്. മെഡിറ്ററേനിയൻ ലോകം, വേൾഡ് അറിയപ്പെട്ടിരുന്ന ആ ദേശത്തോടുള്ള യാത്രയാണ്. ശ്ലീഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളുടെ സമാഹാരമാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ്, ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് തന്നെയാണ് എന്ന് സമഗ്രമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഏറെയുണ്ട് എന്ന് നമുക്കറിയാം. ആദ്യത്തെ സഭയുടെ, ആദിമ സഭയുടെ ചരിത്രമാണത്. ലൂക്ക തൻ്റെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയ കാര്യമാണത്. സുവിശേഷത്തിൽ ലൂക്ക ഈശോയുടെ ജനന, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ കാര്യമാണ് പറഞ്ഞതെങ്കിൽ നടപടിയിൽ റുഹാദകുദീസായുടെ വരവും പന്തക്കുസ്തായും സഭയുടെ നിർമ്മിതിയുമാണ്. ആത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന സഭയായിരുന്നു അത്. ഫുള്ളി ചാർജ്ഡ് ബാറ്ററീസ് എന്ന് പന്തക്കുസ്തായിൽ പങ്കെടുത്ത വ്യക്തികളെക്കുറിച്ച് വേദശാസ്ത്രികൾ പറയാറുണ്ട്. പത്രോസ് അവിടെ ഒരു പുതിയ പ്രബോധനവും നൽകുന്നില്ല. പക്ഷേ ഈശോയുടെ കൂട്ടത്തിൽ കണ്ട് ജീവിച്ച് മനസ്സിലാക്കിയ ആ കാര്യത്തിൻ്റെ ഏറ്റവും കെയർഫുള്ളായിട്ടുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയത്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ നേടിയെടുത്ത പത്രോസിൻ്റെ ചാതുരി എത്ര ഗുണമേന്മയുള്ളതായിരുന്നുവെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഈ പുസ്തകത്തിൽ നമ്മളുടെ സഭയ്ക്ക് നല്ലൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരാണ് മാർഗം, വേ. നമ്മൾ മാർഗത്തിൽ ചരിക്കുന്നവരാണ്, കർത്താവിൻ്റെ മാർഗം കണ്ടെത്തിയവരാണ്. ഈ പുസ്തകത്തെ അതീവ സുന്ദരമാക്കുന്നത് പത്രോസിൻ്റെയും സ്റ്റെഫാനോസിൻ്റെയും കൊർണേലിയൂസിൻ്റെയും
പൗലോസിൻ്റെയും പ്രസംഗങ്ങളാണ്. അതിസുന്ദരമായ പ്രഭാഷണങ്ങളാണ് അവയെല്ലാം. ക്രിസ്തീയതയുടെ തനിമ എന്താണെന്നും അതിൻ്റെ ലാളിത്യവും വചന അടുപ്പവും പങ്കുവയ്ക്കൽ എന്താണെന്നും എല്ലാം അതിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. മൂർച്ചയുള്ള വാക്കുകളിലൂടെയാണ് പത്രോസ് സംസാരിച്ചത്. ഏക രക്ഷകനായ ഈശോയെക്കുറിച്ചും ഈശോയുടെ മരണോത്ഥാനത്തെക്കുറിച്ചുമായിരുന്നല്ലോ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അബ്സല്യൂട്ടായിട്ടുള്ള ആ കൺവിക്ഷൻ, ആ ബോധ്യമാണ് കേൾവിക്കാരിൽ വലിയ ചലനമുണ്ടാക്കിയത്. സംശയങ്ങളൊന്നുമില്ലാതെ പത്രോസ് നടത്തുന്ന പ്രസംഗമാണ് നടപടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈശോയെ മനസ്സിലാക്കാൻ ഇസ്രായേലിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഓൾഡ് ടെസ്റ്റമെൻ്റ് നല്ലതുപോലെ പഠിക്കണമെന്ന് നടപടി പുസ്തകം നമ്മെ ഉപദേശിക്കുന്നുണ്ട്. നടപടി പുസ്തകം അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റേഴ്സ്, കഥാഗ്രാഫ എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റേഴ്സ്, വേദഗ്രന്ഥത്തിൽ എന്ത് എഴുതപ്പെട്ടോ അതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ ചരിത്രമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചായിരുന്നു. നടപടി പുസ്തകം കുറേക്കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വളരെയേറെ പ്രതിസന്ധികളിലേക്ക് അത് നീങ്ങുകയാണ്. വലിയ കപ്പലപകടമുണ്ടാകുന്നു. ചോർച്ചയുള്ള കപ്പലിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു. പൗലോസിനെ പാമ്പ് കടിക്കുന്നു. പൗലോസിനെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ആ പുസ്തകത്തിലുണ്ട്. എങ്കിലും ഞാൻ സൂചിപ്പിച്ച ഈ 4 പേരുടെ പ്രസംഗങ്ങൾ, പത്രോസിൻ്റെയും സ്റ്റീഫൻ്റെയും കൊർണോലിയോസിൻ്റെയും പൗലോസിൻ്റെയും, അത് അടിസ്ഥാനപരമായ സഭാവിജ്ഞാനീയമാണ്, മിശിഹ വിജ്ഞാനീയമാണ്. ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന ആ ഒരു വലിയ സാഗരത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് എത്തിക്കുന്ന കാര്യമാണ്. ഒരുപാട് പ്രതിസന്ധികളുടെ ചരിത്രമാണ് നടപടിയിൽ അല്ലെങ്കിൽ ആക്സിൽ. എല്ലാ പ്രസംഗങ്ങളിലും അവർ തീവ്രമായിട്ട് കൊടുക്കുവാൻ ഉദ്ദേശിച്ച കാര്യം ഈശോയാകുന്ന ആ തായ്തണ്ടിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നതാണ്. വളരെ പേടിത്തൊണ്ടനായിട്ട് അധികമൊന്നും സംസാരിക്കാതെ പലപ്പോഴും മാറി നിന്ന പത്രോസ് വലിയ ശക്തി സമ്പാദിച്ച് പോസ്റ്റ് പെൻഡക്കോസ്റ്റ് പീറ്റർ എന്ന് പറയുന്നത് അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഒരു പ്രൈമറി അതോറിറ്റിയായിട്ട് സഭയുടെ ആധികാരികമായ നിലപാട് വ്യക്തമാക്കുന്ന പ്രൈമറി അതോറിറ്റിയും അതിലൊരു പ്രൈമസി തന്നെയും ചേർത്ത് പിടിച്ച് സംസാരിച്ചവനാണ്. പിന്നീട് നമ്മൾ സഭാചരിത്രത്തിൽ കാണുന്നതെല്ലാം അതാണ്. ഇവരുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കാണുന്നത് സഭ കേവലം ജനാധിപത്യപരമായ ഒരു കാര്യമല്ല, ഡെമോക്രസി. സഭ അരിസ്റ്റോക്രസിയുമല്ല, പഠിപ്പുള്ള നിലവാരമുള്ള ജനസമ്മതിയുള്ള കുറേ ആളുകളുടെ കൂട്ടായ്മയല്ല. സഭ ഓട്ടോക്രസിയുമല്ല, ആരുടെയെങ്കിലും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള വേദിയുമല്ല. സഭ എപ്പോഴും അപ്പസ്റ്റോലിക്കാണ്, ശ്ലൈഹികമാണ്, ശ്ലീഹന്മാരോട് ബന്ധപ്പെട്ടതാണ്, ശ്ലീഹന്മാരുടെ അടിത്തറയാകുന്ന ഈശോയോട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് നടപടി പുസ്തകം നമുക്ക് വളരെ ആധികാരികതയുള്ള ഒരു സഭാവിജ്ഞാനീയം നൽകുന്നത്. ഈശോ 100 അല്ലെങ്കിൽ 200 കിലോമീറ്ററിൽ കൂടുതലൊന്നും യാത്ര ചെയ്തിട്ട് കാണാൻ സാധ്യതയില്ല.
ശ്ലീഹന്മാർ ലോകം മുഴുവനും യാത്ര ചെയ്തു. ഫ്രാൻസിസ് സേവിയർ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു. ഈശോ ഏതാനും ആയിരങ്ങളോട് മാത്രമേ സംസാരിച്ചിട്ട് കാണുകയുള്ളൂ. ഉൾട്ടൻഷീനെ പോലെയുള്ളവർ 10,000 സംസാരിച്ചു. വട്ടായേശനെ പോലെയുള്ളവർ ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിച്ചു. ഈശോ വലയുന്ന ഏതാനും പേർക്കൊക്കെ അപ്പം നൽകി വിശപ്പടക്കി. മദർ തെരേസ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി. ഈശോ പഠിപ്പിച്ചത് മാത്രമേ ഉള്ളൂ, ഒന്നും എഴുതിയില്ല. തോമസ് അക്വീനാസ് മില്യൺസ് ഓഫ് വേർഡ്സ്, കോടിക്കണക്കിന് വാക്കുകൾ ഈശോയെക്കുറിച്ച്, ദൈവശാസ്ത്രത്തെക്കുറിച്ച് എല്ലാം എഴുതി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നടപടി പുസ്തകം നമുക്ക് നൽകുന്ന സഭാവിജ്ഞാനീയവും ഏകരക്ഷകനായ ഈശോയെക്കുറിച്ചുള്ള അറിവും സുവിശേഷവൽക്കരണത്തിനുള്ള ചാർജ്ഡ് ബാറ്ററീസായിട്ട് നമ്മൾ നിൽക്കണമെന്നുള്ള ആ ഉപദേശവുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ നടപടി പുസ്തകത്തിൻ്റെ ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിലുള്ള ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഏതാനും നിമിഷങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അത് സ്റ്റെഫാനോസിൻ്റെ മരണത്തിന് ശേഷം സഭ ചിതറിക്കപ്പെടുന്നതും സ്റ്റീഫൻ കല്ലെറിഞ്ഞാണല്ലോ കൊല്ലപ്പെട്ടത്. അതും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രൊവിഡൻഷ്യലായിരുന്നു. സഭ ജെറൂസലമിന് അപ്പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ഈ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനോട് കർത്താവിൻ്റെ അരൂപി വന്നു പറഞ്ഞു, നീ ജെറൂസലത്ത് നിന്ന് ഗാസയിലേക്കുള്ള വഴിയെ പോകണം. വലിയ അകലുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും ജെറൂസലത്ത് നിന്ന് നീ ഗാസയിലേക്ക് യാത്ര ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ പോകുന്ന വഴി ഒരു കോർട്ട് ഒഫീഷ്യൽ, ഒരു വക്കീലിനെ പോലെയുള്ള ഒരാളിനെ കാണും. അദ്ദേഹം എത്യോപ്യയിലെ ഖന്തക്ക് എന്ന് പറയുന്ന രാജ്ഞിയുടെ സെർവൻ്റാണ്, ശുശ്രൂഷകനാണ്, വക്കാലത്തുകാരനാണ്, പണ്ഡിതനാണ്. ഒരുപക്ഷെ പഴയ നിയമമൊക്കെ നല്ല പരിചയം കാണും. പെരുന്നാൾ കൂടാൻ വേണ്ടി ജെറൂസലത്തേക്ക് പോയതാണ്. ഷണ്ണനാണ്, പക്ഷേ വളരെ സ്മാർട്ടായിട്ട് അദ്ദേഹം വേദപുസ്തകം, പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സീന്. ജെറൂസലത്ത് പോയി പെരുന്നാൾ കൂടി ഒരു വാഹനത്തിൽ അദ്ദേഹം രാജ്ഞിയുടെ പക്കലേക്ക് തിരിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ വെച്ച് ഈ ഫിലിപ്പോസ് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ്. ഫിലിപ്പോസ് അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസയ 53:7-8. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം അവലംബിച്ചു. ഇതാണ് ഈ ഷണ്ണൻ, എത്യോപ്യക്കാരൻ, വണ്ടിയിലിരുന്ന് പെരുന്നാൾ കൂടിക്കഴിഞ്ഞ് മടക്കയാത്രയിൽ വായിച്ചുകൊണ്ടിരുന്നത്. ഫിലിപ്പോസ് അത് കണ്ടു. ഫിലിപ്പോസ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഇത് മനസ്സിലായോ? ഈ തിരുവചനത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരം, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ ചോദ്യവും ഉത്തരവുമാണ് കലാകാലങ്ങളിൽ ബൈബിൾ കൺവെൻഷനായിട്ട് രൂപാന്തരപ്പെട്ടത്. എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളോട് നമ്മുടെ വട്ടായച്ചനും ബിനോയച്ചനുമെല്ലാം തിരുവചനം വ്യാഖ്യാനിച്ചു. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്? ഫിലിപ്പോസ് വലിയ പണ്ഡിതനായിരുന്നു.
എബ്രായ ബൈബിള്, പഴയ നിയമം മുഴുവനും അദ്ദേഹത്തിൻ്റെ കാണാപ്പാഠം അറിയാമായിരുന്നു. എല്ലാ തിരുവചനങ്ങളുടെയും വ്യാഖ്യാനം അറിയായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം വളരെ വലിയ ഒരു നാടകത്തിൽ ഒരു പ്രത്യേക രംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം വായിച്ചു കൊണ്ടിരുന്നവനാണ് ഈ എത്യോപ്യക്കാരൻ. ഒരു തിരുവചനം അതിൻ്റെ സമഗ്രതയിൽ നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ വേദപുസ്തകത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവ് വേണം. 4-5 വലിയ പദ്ധതികൾ, പ്രോജക്ട്സ് അതിലുണ്ട്. 1 സൃഷ്ടി, 2 അധപ്പതിച്ച മനുഷ്യൻ, പാപം ചെയ്തവൻ, 3 ദൈവം ഒരു പ്രത്യേക ജനതയെ, ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്നു, 4 ഈശോയുടെ ജനനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, 5 പന്തക്കുസ്തായും തുടർച്ചയിലുള്ള സഭയും. ആ തുടർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ എത്യോപ്യക്കാരനും ഫിലിപ്പോസും കണ്ടുമുട്ടുന്നതും എല്ലാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ നാടകത്തിൻ്റെ അവസാനത്തെ ഒരു രംഗത്ത് മാത്രം പോയിരുന്നാൽ നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകുകയില്ല. ഈ രംഗങ്ങളെല്ലാം ദൈവം ലോകത്തെ സൃഷ്ടിച്ചു, മനുഷ്യൻ പാപം ചെയ്ത് അധപ്പതിക്കുന്നു, ദൈവം ഒരു ജനതയെ ഒരുക്കുന്നു, ഈശോയുടെ വരവും മരണോത്ഥാനവും പന്തക്കുസ്തായും സഭയുടെ യാഥാർത്ഥ്യവും. ഇതിൽ ഈ ഷണ്ണൻ എത്യോപ്യക്കാരൻ വാസ്തവത്തിൽ 3-ാമത്തെ ആ അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്നത് പ്രവാചകന്മാർ വഴി പറഞ്ഞു വച്ചിരിക്കുന്ന ആ കാര്യമാണ്. അതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിറകിലുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം അതിന് കൊടുത്ത ഉത്തരം അതിന് ശേഷമുള്ള ഈശോയുടെ ജനനം, മരണം, സ്വർഗാരോഹണം അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ. അതുകൊണ്ട് ഈ ഷണ്ണൻ വായിച്ചു കൊണ്ടിരുന്ന ഈ അധ്യായം അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളുടെ തുടർച്ചയിലും വരാനിരുന്ന കാര്യങ്ങളുടെ ആൻറ്റിസിപ്പേഷനും കൂടിയാണ്. അതിനകത്ത് പറഞ്ഞല്ലോ, ചെമ്മരിയാടിൻ്റെ രോമം കണ്ടിക്കുമ്പോൾ മുനിയെപ്പോലെ നിൽക്കുന്ന, ഒന്നും മിണ്ടാതെ, ഒരു വാക്ക് പോലും മിണ്ടാതെ നിൽക്കുന്ന ഈ ദാസൻ ആരാണ്? അതിനാണ് ഫിലിപ്പോസ് ഉത്തരം കൊടുത്തത്. ഈ മൗനം ദീക്ഷിച്ച ഈ ദാസൻ ഈശോയാണ്. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഫിലിപ്പോസ് കൊടുത്തതാണ്. ആ പഴയ നിയമത്തിൻ്റെ ആ തിരുവചനം പൂർത്തീകരിക്കപ്പെട്ടത് ഈശോയിലാണെന്നും ഈശോയെ കൂടാതെ നമുക്ക് തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല എന്നുമാണ്. ഇന്ന് സുവിശേഷവൽക്കരണത്തിന് ധാരാളം പ്രതിസന്ധികളുണ്ട്. ബൈബിള് നമ്മൾ നല്ലതുപോലെ പഠിക്കണം. മോശയെയും പ്രവാചകന്മാരെയും നമ്മൾ കൂടെ കൂടെ വായിക്കണം. മോശയെയും പ്രവാചകന്മാരെയും പഠിക്കാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്ന് പറഞ്ഞാൽ പോലും അത് ഇഫക്റ്റീവല്ല എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈശോയാണ് എല്ലാറ്റിൻ്റെയും പൂർത്തീകരണം. ബൈബിള്, വേദപുസ്തകം നമ്മൾ സഭയോടൊത്ത് വായിക്കണം, സമ്പൂർണമായിട്ട് നമ്മൾ വായിക്കണം. ചെറിയ കഷ്ണങ്ങൾ മാത്രം വായിച്ചാൽ പോരാ. മോശയുടെ പുസ്തകങ്ങൾ അമൂല്യങ്ങളായ നിധികളാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം എങ്കിൽ മാത്രമേ തിരുവചനത്തിന് നമുക്ക് വ്യാഖ്യാനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവർ അല്പസമയം കഴിഞ്ഞപ്പോൾ ഈശോയാണ് ഈ ദാസൻ എന്ന് കേട്ടപ്പോൾ ഷണ്ണൻ വേറൊരു നിലവാരത്തിലേക്ക് വരികയാണ്. അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ വലിയ ജലാശയം കണ്ടു. അവൻ പറഞ്ഞു, എനിക്ക് മാമോദീസ നൽകാമല്ലോ. ഫിലിപ്പോസിനോട് പറഞ്ഞു, ഞാൻ മാമോദീസ മുങ്ങാൻ തയ്യാറാണ്. ഈശോയാണ് ഈ രക്ഷകനെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ മാമോദീസ ചോദിച്ച് വാങ്ങുകയാണ്. ഈശോയാണ് പഴയ നിയമത്തിൻ്റെ
എല്ലാത്തിൻ്റെയും അർത്ഥം അവനിലാണ് പഴയ നിയമത്തിലെ ഓരോ തിരുവചനവും വന്ന് പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മാമോദീസ സ്വീകരിച്ച് വലിയ ഒരു പ്രേക്ഷിതനായിട്ട് മാറുകയാണ്. വേദശാസ്ത്രികൾ പറയാറുണ്ടല്ലോ, പഴയ നിയമത്തിലെ ഓരോ വചനത്തിലും മറഞ്ഞിരിക്കുന്നത് ഈശോയാണ്. പുതിയ നിയമത്തിലെ ഓരോ വചനത്തിലും വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഉത്ഥിതനായ ഈശോയാണ്. അത് രണ്ടും നമ്മൾ ഒരുപോലെ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തിരുവചന വ്യാഖ്യാനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം ഇസ്രായേലിൻ്റെ പ്രീ ഹിസ്റ്ററിയാണ്. പുറപ്പാട് പുസ്തകം സീനായിലേക്കുള്ള യാത്രയുടെ കഥയാണ്. ലേവ്യരുടെ പുസ്തകം പൗരോഹിത്യത്തിൻ്റെയും ബലിയർപ്പണത്തിൻ്റെയും ഗ്രന്ഥമാണ്. സംഖ്യയുടെ പുസ്തകം സീനായിൽ നിന്നുള്ള യാത്രയാണ്. നിയമാവർത്തനം ഡിറ്ററോണോമി ഇസ്രായേലിൻ്റെ ഭാവിയാണ്. അതാണ് പഴയ നിയമ ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുന്ന വലിയൊരു ചിന്ത. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ ഓട്ടം, ശരത്കാലം എന്ന്. ഉൽപ്പത്തിയിൽ ധാരാളം ജന്മങ്ങൾ, ഭൂമി പിറക്കുന്നു, ജീവജാലങ്ങൾ പിറക്കുന്നു, മനുഷ്യർ പിറക്കുന്നു. അങ്ങനെ ഓട്ടം എന്ന് പറയുന്ന, ശരത്കാലം എന്ന് പറയുന്ന ആ സീസണോടാണ് ഉൽപ്പത്തി പുസ്തകത്തെ പണ്ഡിതന്മാർ കൂട്ടിമുട്ടിപ്പിക്കുന്നത്. പുറപ്പാട് വിൻ്ററാണ്. ഒരുപാട് ക്ലേശങ്ങൾ അവർക്കുണ്ടാവുകയാണ്. അടിമത്തം തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ രോഗങ്ങൾ. ലെവിറ്റിക്കസ്, ലേവ്യരുടെ പുസ്തകം വസന്തമാണ്. അവിടെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുകയും നല്ല അർപ്പണ രീതികൾ, ബലിപീഠങ്ങൾ പണിയുകയും എല്ലാം ചെയ്യുന്നു. സംഖ്യയും ഡ്യൂറ്ററോണോമിയും സമ്മറാണ്, വേനൽക്കാലമാണ്. ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യമാണ്. അങ്ങനെ മോശയുടെ പുസ്തകങ്ങൾ ഏത് തിരുവചനം വ്യാഖ്യാനിക്കുമ്പോഴും നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പോസിന് ഈ ഷണ്ണനോട് നല്ല ഉത്തരം കൊടുക്കാൻ സാധിച്ചത്. നല്ല ഉത്തരം കിട്ടിയപ്പോൾ മാമോദീസ മുങ്ങണം, സഭയിലെ അംഗമാകണം, എനിക്ക് പ്രേക്ഷിതനാകണം എന്നുള്ള ആ ചിന്തയിലേക്ക് അദ്ദേഹം വന്നതും. പണ്ഡിതനായ ഒറിജിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മലയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്കല്ല ഈശോ രൂപാന്തരപ്പെട്ടത്, കൂട്ടത്തിൽ മല കയറിയവർക്കാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ മല കയറണം. അവനോട് കൂടെ മരിച്ചാൽ അവനോട് കൂടെ ജീവിക്കാം. ഈ ബൈബിൾ കൺവെൻഷൻ വലിയ ഒരു മലകയറ്റമാണ്. തിരുവചനങ്ങൾ കേട്ട് 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 നമ്മൾ ഈശോയെപ്പോലെ ആവുകയാണ്. എത്രയോ പ്രസംഗങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടത് നമ്മൾ കേൾക്കുന്നു. കേൾവിയാണ് ഗർഭധാരണം എന്ന് പൗരസ്ത്യ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹിയറിങ് ഈസ് ബെയറിങ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളാണല്ലോ. അമ്മ തിരുവചനം കേട്ടു. കേൾവിയാണ് ഗർഭധാരണം. എലിസബത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണല്ലോ. എത്രയോ പൂർവ്വമാതാക്കൾ ദൈവവചനം കേട്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഹിയറിങ് ഈസ് ബെയറിങ് എന്ന് പിതാക്കന്മാർ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥവും അതാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ തിരുവചനം പഠിക്കണം. ഈശോ തന്നെയാണ് തിരുവചനം. സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സുവിശേഷം ഈശോ മാത്രമാണ്. ശിഷ്യന്മാരിൽ പകുതി പേര് പോലും സുവിശേഷം എഴുതിയിട്ടില്ല. പലരും സുവിശേഷം അല്പം പോലും വായിച്ചിട്ടുമില്ല. അതിനു മുമ്പ് അവരിൽ പലരും മരണമടഞ്ഞു. എന്നാൽ എല്ലാവരും പ്രസംഗിച്ചത് സുവിശേഷമാണ്. എല്ലാവരും അർപ്പിച്ചത് ഈശോയുടെ കുർബാനയാണ്.
അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. നമ്മളിവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ ദേവാലയത്തിൻ്റെ ചുറ്റും, ഈ ത്രോണോസിന് ചുറ്റും ആയിരിക്കുമ്പോൾ ദൈവവചന ശ്രവണത്തിലൂടെ നമുക്ക് കൂടുതൽ ശക്തി നേടാനുള്ള വലിയൊരു അവസരമാണിത്. ഞാൻ അവസാനം 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നിർത്തുകയാണ്. ഞാൻ ആദ്യം നടപടി പുസ്തകത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അതിലുള്ള 4 വലിയ വ്യക്തികളുടെ പ്രഭാഷണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. രണ്ടാമത് നടപടി പുസ്തകം 8-ാം അധ്യായത്തിലെ ഫിലിപ്പോസും ഷണ്ണനും തമ്മിലുള്ള ആ സംസാരത്തെക്കുറിച്ച്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായം ബലഹീനമാകുന്നുണ്ട്. അംഗസംഖ്യയും ആൾബലവും നമ്മൾ കുറയുന്നുണ്ട്. സംഖ്യ എന്ന പുസ്തകം തന്നെ എത്ര എണ്ണം ഇസ്രായേൽക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ആത്മസ്തുതിയും കുടുംബ രജിസ്റ്ററും എല്ലാം ഓരോ ഇടവകയിലും ക്രമീകരിക്കുന്നതിൻ്റെ കാരണം ഈ സംഖ്യയാണ്. നമുക്ക് നമ്മളുടെ സമുദായത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം. നസ്രാണി പൈതൃകം അതുതന്നെയായിരുന്നു. പലപ്പോഴും നമ്മുടെ സമുദായം ബലഹീനമാകുന്നു. നമ്മളുടെ കുടുംബങ്ങൾ അതിൻ്റെ പരമ്പരാഗതമായ മൂല്യങ്ങളിൽ നിന്നെല്ലാം പിറകോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. കൊറോണയെക്കുറിച്ച് നമ്മൾ പറയുമായിരുന്നു, കൊറോണ വൈറസ് ഈസ് നോട്ട് സിംപ്ലി എ ഹെൽത്ത് ക്രൈസിസ് ബട്ട് എ ഹ്യൂമൻ ക്രൈസിസ്. വെറുമൊരു ആരോഗ്യ പ്രശ്നം മാത്രം അല്ല, മനുഷ്യവർഗത്തിൻ്റെ ഒരു ക്രൈസിസാണിത്. നമ്മൾ നമ്മുടെ സമുദായത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നുണ്ട്. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വിഘാതമായ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ തോതിൽ വീണ്ടും രംഗപ്രവേശം നടത്തുകയാണ്. മയക്കുമരുന്നിൻ്റെ ഭീകരതയെപ്പറ്റി വേണ്ട രീതിയിൽ നമുക്ക് ബോധവൽക്കരണം കൊടുക്കാൻ സാധിക്കുന്നില്ല, എളുപ്പവുമില്ല. ഇത് വലിയ ഒരു ശക്തിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ ഒരു ക്രൈസിസാണ് കൊറോണ എന്ന് പറഞ്ഞതുപോലെ എനിക്കും തോന്നുന്നത് ഒരു സാമൂഹിക അർബുദം പോലെയാണ് മയക്കുമരുന്ന്. നമ്മളെ ബലഹീനമാക്കി കളയുകയാണ്, നമ്മളുടെ ശക്തി എടുത്ത് മാറ്റുകയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ മാറ്റി നിർത്താനും സഭയുടെ ആ കാഴ്ചപ്പാടുകൾ കൂടുതൽ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമുദായ ശക്തീകരണം, സഭയ്ക്ക് മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ, അൽമായരുടെ കരുത്തുറ്റ സംഘടനകൾ, ഇതെല്ലാം നമുക്കിനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ കുറവലങ്ങാടിൻ്റെ വിശുദ്ധമായ പൈതൃകം അതൊക്കെയാണ്. വലിയ തോതിൽ അതുണ്ടായിരുന്നു. ഇപ്പോഴും ഈ നാടുകളിലൊക്കെ അത് കുറേയെല്ലാം കൂട്ടി യോജിപ്പിക്കുവാനും വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇടവക വിസീറ്റയിലും ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു. എത്രയോ ആയിരങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുത്തത്. മാതാപിതാക്കളുടെ സ്നേഹം ധൂർത്തടിക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ്. അവരെ മനസ്സിലാക്കുന്നില്ല, അവരുടെ സമ്പത്ത് മുഴുവനും അവരെ നശിപ്പിക്കുന്നു. ഒപ്പം നമുക്ക് പലതരത്തിൽ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ നമ്മൾ ബലഹീനമാകുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നസ്രാണി സഭയുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മളുടെ സഭയിലെ സമർപ്പിത സഹോദരിമാരായിരുന്നു. ഈ സഭയെ ഞാൻ കരുതുന്നത് നൂറ്റാണ്ടുകളായിട്ട് പിടിച്ചു നിർത്തിയത് ആയിരക്കണക്കിനുള്ള നമ്മളുടെ സഹോദരിമാരാണ്, സമർപ്പിത സഹോദരികളാണ്. അവർ നമ്മളുടെ ഈ ദേശത്തും നമ്മളുടെ വിശാല ഇന്ത്യയിലും അതുപോലെ പുറത്തുമെല്ലാം പോയി ഈശോയുടെ സുവിശേഷവുമായിട്ട് ചാർജ്ഡ് ബാറ്ററീസായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്നാൽ സമർപ്പിതരും സഭയും തമ്മിലുള്ള
അനൈക്യം ഇന്ന് അനാവശ്യമായ രീതിയിലെല്ലാം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ, ഒരു തരത്തിലുള്ള നാൽക്കവല വർത്തമാനം വഴി എല്ലാം. അത് വലിയ അപകടമാണ് നമുക്ക് വരുത്തി വെക്കുന്നത്. നമ്മളുടെ ഈ സഭയെ, പ്രത്യേകിച്ച് ഈ നസ്രാണി സമൂഹം നൽകിയ സമർപ്പിത സഹോദരിമാർ ഒരു കാലത്തും ഈ രാജ്യത്തുള്ള ആരും മറക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് മണിപ്പൂരിലും അതുപോലുള്ള മറ്റ് പല സ്ഥലങ്ങളിലും സഹോദരിമാരും നമ്മളുടെ സഹോദരങ്ങളുമെല്ലാം ആക്രമിക്കപ്പെടുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് മർത്തുമറിയത്തിൻ്റെ, മുത്തിയമ്മയുടെ മധ്യസ്ഥം ഏറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ദേവാലയം ചുറ്റിപ്പറ്റി ഈ കുറവലങ്ങാട് മർത്തുമറിയം ദേവാലയത്തിൻ്റെ ഈ ത്രോണോസ്, ഈ അൾത്താര വലിയ ശക്തിയുള്ളതാണ്. ഏത് തിന്മയെയും കീഴ്പ്പെടുത്തുവാനുള്ള കൃപ ഈ ബലിപീഠത്തിനുണ്ട്, ഈ ത്രോണോസിനുണ്ട്. അത്ര ശക്തിയുള്ള ഈ പരിശുദ്ധ സിംഹാസനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സമർപ്പിതരെ, പ്രത്യേകിച്ച് സഹോദരിമാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത നാളിൽ പറഞ്ഞു, മങ്ക്സ് ആൻഡ് നൺസ് ആർ ദ ബീറ്റിംഗ് ഹാർട്ട് ഓഫ് ദ പ്രൊക്ലമേഷൻ ഓഫ് ആൻഡ് ദെയർ പ്രേയേഴ്സ് ഈസ് ദ ഓക്സിജൻ ഫോർ ഓൾ ഓഫ് us. നമ്മളുടെ സമൂഹത്തിൻ്റെ ബീറ്റിംഗ് ഹാർട്ട്, ഹൃദയസ്പന്ദനം ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സാണ്. അവരാണ് നമ്മൾക്ക് ഓക്സിജൻ നൽകുന്നത്. ദൈവവിശ്വാസത്തിലേക്ക്, മൂല്യാധിഷ്ഠിത ചിന്തകളിലേക്ക്, കുട്ടികളുടെ പരിശീലനത്തിലേക്കെല്ലാം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ ഈസി ഓക്സിജനേഷൻ, എളുപ്പത്തിൽ ശ്വസിക്കാനുള്ള ഈ അവസ്ഥ ഇന്ന് മാറിയിരിക്കുകയാണ്. നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. ധാരാളം സമർപ്പിതരെ നമ്മുടെ സഭയ്ക്കും വിശാല സമൂഹത്തിനും, നമ്മൾ സമുദായം, സഭ എന്നെല്ലാം പറയുമ്പോഴും വിശാല സമൂഹത്തെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഉന്നം വെക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സുഭദ്രമായ അവസ്ഥയാണ് നമ്മളുടെ ലക്ഷ്യം. ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അന്തരീക്ഷമുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് തിരുവചനം പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. ബെനഡിക്റ്റ് പിതാവ് പലപ്പോഴും പറയുമായിരുന്നു, സിസ്റ്റേഴ്സ് ഇടിക്കമ്പികളാണ്, ലൈറ്റനിങ് അറസ്റ്റർ. ഇടി വെട്ടാതിരിക്കാൻ വേണ്ടിയല്ല, ഇടി വെട്ടുന്നത് വഴി അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ ലൈറ്റനിങ് അറസ്റ്റർ, ഇടിക്കമ്പികൾ പിടിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ. അങ്ങനെ നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയും യൂപ്രാസ്യാമ്മയും മറിയം ത്രേസ്യായും റാണിമരിയായും മദർ തെരേസായും അതുപോലുള്ള മറ്റ് അനേകം സമർപ്പിതരും എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കണ്ണുകൾ കണ്ടതാണ്. എത്രയോ ഭാഗ്യപ്പെട്ട കണ്ണുകളാണ് നമ്മളുടേത്. ആ വിശുദ്ധരായ സമർപ്പിതരെയെല്ലാം കാണുവാനും അവരുടെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനുമൊക്കെ അവസരം ലഭിച്ച ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ ഇടവക ലോകത്തിലെ തന്നെയും ഇന്ത്യയിലെ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. ഇതിന് നല്ല നേതൃത്വം കൊടുക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് അച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ വൈദികരെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നല്ലൊരു നേതൃത്വം, വലിയൊരു ബലപ്പെടുത്തൽ ഈ നാളുകളിലെല്ലാം കുറവലങ്ങാടിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും പെട്ട ആളുകളെ കൂട്ടി യോജിപ്പിച്ച് ഒരുമയിൽ ഒന്നിൽ കൊണ്ടുവരാനായിട്ട്, വിശുദ്ധ കുർബാനയിൽ, ഈശോയിൽ, സുവിശേഷത്തിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ നമുക്ക് ധ്യാനം പ്രസംഗിച്ച ഒരു ബഹുമാനപ്പെട്ട മട്ടായിയച്ഛനെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്യാഗം, ദൈവവചനം പഠിച്ച് ലോകം മുഴുവനും പറന്നു നടക്കുന്ന, സഞ്ചരിക്കുന്നയാളാണ് മട്ടായിയച്ഛന്, ബിനോയിയച്ഛന്. അവരെല്ലാം, അവരുടെ സാന്നിധ്യം നമുക്ക് വലിയ ബലമാണ്. അവരുടെ കൂട്ടത്തിലുള്ള അച്ഛൻ തന്നെയും സ്ഥാപിച്ച സമർപ്പിത സഹോദരിമാർ
അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ്, അതുപോലെ വൈദിക പരിശീലനം നേടുന്ന കുട്ടികൾ, ഭാഗ്യവശാൽ അവരുടെ ഒരു വിഭാഗം നമ്മുടെ ഈ ഇടവകയിലുമാണ്. ഈ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമാണ് ബിനോയ് കൂട്ടത്തിലുള്ള വൈദിക വിദ്യാർത്ഥികളുടെ സാന്നിധ്യം. നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങുന്നതിനും ദൈവവചനവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നതിനുമൊക്കെ ബിനോയ് സമർപ്പിത വൈദിക വിദ്യാർത്ഥികളുടെയും സാന്നിധ്യം നമുക്കേറെ ഉപകാരം. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നോമ്പിലുമാണ് ഈ ദിവസങ്ങളിലെല്ലാം. അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി നമ്മെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ. നമ്മളെല്ലാവരെയും മർത്തുമറിയത്തിന് സമർപ്പിക്കുന്നു, അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. ഉദ്ധിതനായ ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.